വളരെ ഭീകരമായി താഴ്ന്നു പോയ NH-66 മലപ്പുറം ജില്ലയിലെ കൂര്യാടൊന്ന് കാണാൻ വന്നപ്പോൾ അവിടെ നല്ല ആൾക്കൂട്ടം, നാട്ടുകാരുണ്ട്, പോലീസുകാരുണ്ട്, വാർത്താ ചാനലുകളുണ്ട്, NH-66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആളുകളുമുണ്ട്. ഒരു വാർത്താ ചാനൽ റിപ്പോർട്ടർ നമ്മുടെ ഓൾറൗണ്ടർ ലത്തീഫിനോട് ഇതിനുള്ള ഒരു കാരണം ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞത് എന്താണെന്നറിയോ? അതായത് ഈ കട്ട ജർമ്മൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീടിനടുത്താണ് ഈ കട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കട്ട വെച്ച് കണ്ടാൽ എത്ര കെട്ടിയാലും ഇത് കട്ടക്കൊന്നും പറ്റുന്നില്ല. പക്ഷേ അവർക്ക് തെറ്റ് പറ്റുന്ന വെച്ചിട്ടാണെങ്കിൽ ഈ ചതുപ്പുള്ള ഏരിയടുത്ത് ഒരു ഓവർ ഫൗണ്ടേഷൻ ദമ്മ് കൊടുത്തില്ല. ആ ഒരു വേപ്പം മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് ഈ പാടം കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല ദമ്മുള്ള ഏരിയ ഉണ്ട്, പാറപ്പുറം. അവിടെ ഒന്നും കട്ടക്കൊന്നും പറ്റില്ല, ഒരു ക്രാക്ക് പോലും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ അതേപോലെ തന്നെ തലപ്പാറ, പിന്നെ വരുന്നത് പാലച്ചിറമാടി, കോട്ടക്കലിനുള്ളിൽ അവിടെ എന്ത് വരുന്നുണ്ട് ഈ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റ് ചെയ്തോളിട്ടോ. കക്കാട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡാണ് ഈ ഭീകരമായിട്ട് വിണ്ട് കീറി നിൽക്കുന്നത്. അതായത് ഈ ഒരു പാടം റോഡ് വരെ ഇതേ ലെവലിലായിരുന്നു. ഇപ്പോൾ കണ്ട അവിടെ കുറച്ച് ഭാഗം ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത്, ആ പൊങ്ങിയതാണ് NH-66 നടുഭാഗം താഴുന്നത്. അതായത് അവിടെ താഴ്ന്നപ്പോൾ ഇവിടെ പൊങ്ങിയതാണോ, ഇവിടെ പൊങ്ങിയപ്പം അവിടെ താഴ്ന്നതാണോ? ഇതാണ് ആ താഴ്ന്ന ഭാഗം, അതായത് NH-66 നടുഭാഗം. ഏതാണ്ട് ഒരു 2-3 ആളുകളുടെ ഹൈറ്റിൽ ഇത് താഴ്ചയിലേക്ക് വന്നിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ സർവീസ് റോഡിലല്ല കേട്ടോ നിൽക്കുന്നത്, NH-66 താഴ്ന്ന ഭാഗത്താണ്. കൂര്യാട് ദേശീയപാത അന്ന് പൊളിഞ്ഞു വീഴുന്ന ആ ഒരു രംഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ആകെ പൊടി പാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ കുടുങ്ങിയിട്ടുള്ള ആ വാഹനത്തിൽ നിന്ന് യാത്രക്കാർ ഇറങ്ങി രക്ഷപ്പെടുന്നതും നിങ്ങൾക്കതിൽ കാണാൻ പറ്റും. ഈ ഒരു സംഭവത്തിൽ യാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ പരിക്കുകളൊന്നും പറ്റിയില്ല എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. സർവീസ് റോഡിലെ ഒരുപാട് ഭാഗത്ത് ഇതുപോലെ വിള്ളൽ കാണാൻ പറ്റി. മെയിനായിട്ട് പൊളിഞ്ഞ് വീണ സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടില്ല. പേടിയോണ്ടാണ്, ജീവനെ പേടിയോണ്ടാണ്, വേറെ ഒന്നുമല്ല. കാരണം എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഓക്കെ ആണ് എന്ന് നമ്മൾ വിചാരിച്ച സ്ഥലമാണ് ഇതുപോലെ സംഭവിച്ചത്. അപ്പോൾ പിന്നെ ഇതുപോലൊക്കെ സംഭവിച്ചതിന് ശേഷം ആ വിള്ളലൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് പോകാനുള്ളൊരു ധൈര്യക്കുറവ്. ഈ സംഭവത്തിൻ്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ക്രെഡിറ്റ് എടുക്കാൻ വന്നവർക്കൊന്നും ഇത് സംഭവിച്ചപ്പോൾ മിണ്ടാട്ടമില്ല. NH-66 അനാഥാലയത്തിലേക്ക് എന്നുള്ള ചർച്ചകളും ട്രോളുകളുമാണ് സോഷ്യൽ മീഡിയയിൽ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതുകൊണ്ട് പ്രയാസപ്പെടുന്നത് സാധാരണക്കാരാണ്, നാട്ടുകാരാണ്. ഇവിടുത്തെ നിർമ്മാണ രീതി ശാസ്ത്രീയമല്ല എന്നുള്ളതാണ് നാട്ടുകാർ ആവർത്തിച്ച് പറയുന്നത്. ഈ കട്ടകൾക്ക് വന്നിട്ടുള്ള വിള്ളലുകൾ വെറും ഗ്രൗട്ട് ഉപയോഗിച്ച് ഒപ്പിച്ചു എന്നൊരു ആരോപണം വേറെ ഉണ്ട്. മലപ്പുറത്ത് ഒപായം കൊണ്ട് ഓട്ടടക്കുക എന്ന് പറയും. അതിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. മണ്ണൊക്കെ പോയപ്പോൾ ഈ കട്ട ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുക കേട്ടോ. മേലെ താഴെ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രശ്നം മണ്ണാണോ, നിർമ്മാണ രീതിയാണോ, കാലാവസ്ഥയാണോ എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ നാടിനും മണ്ണിനും കാലാവസ്ഥക്കും അനുയോജ്യമായ രീതിയിൽ ഇനിയൊരു അപകട സാധ്യത ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് നമ്മുടെ ഈ റോഡ് പണി എത്രയും പെട്ടെന്ന് പണി തീർത്ത് സഞ്ചാരയോഗ്യമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. റോഡിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്ന ആവേശ കമ്മിറ്റിക്കാർ ഇതിലും ആവേശം കാണിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. സകലം ചാനൽ ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.